KGMCTA എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. കേരളത്തിലെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട്, നിങ്ങൾക്കറിയാം. അതിൽ 13 മെഡിക്കൽ കോളേജുകൾ, പാലക്കാട് ഒഴിച്ചുള്ള മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ, ഡോക്ടർമാരുടെ അംഗീകൃത സർവീസ് സംഘടനയാണ് KGMCTA. അപ്പോൾ നാളിതുവരെയായി മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെ എന്താണ് വാസ്തവം എന്നുള്ളതും ജനങ്ങളിൽ എത്തിക്കാനായിട്ടും എല്ലാവരിലും ഒരു അവബോധം ഉണ്ടാക്കാനായിട്ടും ഞങ്ങളോടൊപ്പം നിങ്ങളെന്നും ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, പല രീതിയിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ പറയുന്നതും വ്യക്തമായി മനസ്സിലാക്കാനും അത് പൊതുജനങ്ങളിലും അധികാരികളിലും എത്തിക്കാനായിട്ട് നിങ്ങൾ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല പോളിസി ഡിസിഷൻസിലും നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ് നിർണായകമായിട്ടുള്ളത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ഞങ്ങൾ പല രീതിയിൽ നമ്മൾ റെപ്രസെന്റേഷൻസ് കൊടുക്കുന്നു, ഡിസ്കഷൻസിന് പോകുന്നു. പക്ഷേ പൊതുജനങ്ങൾ പറയുമ്പോൾ മീഡിയ പറയുന്നതെന്ന് പറയുന്നത് പൊതുജനങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ രംഗമല്ല, മാത്രമല്ല പ്രൈമറി മെഡിക്കൽ വിദ്യാഭ്യാസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ടെർഷറി ലെവൽ കെയർ, അതായത് ഏറ്റവും ഉന്നതമായ സ്പെഷ്യാലിറ്റി കെയർ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ് മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, എന്തൊക്കെ സർവീസസ് അവർക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർക്കിനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അത് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, നമ്മൾ എന്താ പറയുക, സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് അതൊരു വാസ്തവമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിപ്പോഴാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ ഉണ്ട് ഇവിടെ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി വേണ്ടത് ഈ സിസ്റ്റം ഫെയിലിയർ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് വ്യക്തമായി എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ പുതിയ ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പോൾ KGMCTA എന്നും എല്ലാ ഗവൺമെന്റുകളോടും ചേർന്ന് നിന്ന് പോളിസി ഡിസിഷൻസിലും ഇംപ്ലിമെന്റേഷനിലും എല്ലാം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ മുൻപന്തിയിൽ എത്തിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് എത്തിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഞങ്ങൾ ഗവൺമെന്റിനോട് അവതരിപ്പിക്കുകയും അതിന് പുതിയ ഗവൺമെന്റ് ക്രിയാത്മകമായ ഒരു സമീപനം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്കുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.